പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വീണ്ടും അടുത്തു വരുവാൻ ഹല്ലേലൂയ. ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. മനുഷ്യന് ലോകത്തിൽ എന്തെല്ലാം നേടാൻ സാധിച്ചാലും, എന്തെല്ലാം നേടി എന്ന് പറഞ്ഞാലും, വിദ്യാഭ്യാസം, ഉയർന്ന വിദ്യാഭ്യാസം, അതുപോലെ സാമ്പത്തികം, നല്ല ജോലി, അല്ലെങ്കിൽ നല്ല വാഹനങ്ങൾ, നല്ല വീട്, സ്തോത്രം, നല്ല പദവികൾ, എന്തെല്ലാം നേടാൻ സാധിക്കുന്നു അതെല്ലാം നേടി തൃപ്തനായിരുന്നാലും ഹല്ലേലൂയ അവൻ്റെ ആത്മാവിനെ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഇതിന് യാതൊരു പ്രയോജനവുമില്ലെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് അറിയിക്കും, വിളിച്ചറിയും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. നാം എപ്പോഴും കേൾക്കുന്നത് പോലെ പിന്നെയും പറയാൻ ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, ആദ്യമേ നമ്മുടെ ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ ജീവിതത്തിന് ശേഷം, ആമേൻ, സ്തോത്രം, കർത്താവിനോടുകൂടി നമുക്ക് പാർക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് പ്രയത്നിക്കും. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് നിത്യജീവൻ ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിന് ഹല്ലേലൂയ രക്ഷയുണ്ട്. സ്തോത്രം. യേശു ക്രിസ്തുവിൽ കൂടി നമ്മുടെ ആത്മാവിന് രക്ഷയുണ്ട്. സൗജന്യമായി സ്വർഗീയപിതാവ് നമുക്ക് തന്ന ദാനമാണ് ഈ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ. യേശു കർത്താവിനെ വായ കൊണ്ട് ഏറ്റു പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് റോമാലേഖനത്തിൽ പറയും. സ്തോത്രം. കർത്താവിന് മഹത്വം. യേശു കർത്താവ് താണഭൂമിയിലേക്ക് വന്നത് ഹല്ലേലൂയ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ, സ്തോത്രം, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിന് ശേഷം നാം ദൈവത്തോടുകൂടി നിത്യരാജ്യത്തിൽ വാഴുവാൻ നമ്മെ ഓരോരുത്തരെയും സ്തോത്ര യോഗ്യരാക്കി, ഹല്ലേലൂയ, അവൻ്റെ രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് മേടിച്ച് നമ്മളെ യോഗ്യരാക്കി നിർത്തുന്ന യേശുവിൻ്റെ സ്നേഹം എത്ര വലിയതാണ്. ഹല്ലേലൂയ, സ്തോത്രം. നാം അധ്വാനിച്ച് ഈ ഭൂമിയിൽ പലതും നമുക്ക് നേടാനായിട്ട് സാധിക്കുമെന്നാൽ എന്തെല്ലാം നേടിയാലും ഹല്ലേലൂയ നമ്മുടെ ആത്മാവ്, നമ്മുടെ അകത്തെ മനുഷ്യൻ നഷ്ടമായി പോയാൽ, നിത്യനരകത്തിൽ പോയാൽ നമുക്ക് എന്ത് പ്രയോജനമാണ്? ഒരു പ്രയോജനമില്ല. ഈ നേടിയതിനൊന്നും യാതൊരു പ്രയോജനമില്ല. സ്തോത്രം. ആത്മാവിൻ്റെ രക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഈ ശരീരത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആത്മാവ്.
ഹല്ലേലൂയ. ആത്മാവിന് ഇരിക്കാൻ വേണ്ടിയാണ് ഈ കൂടാരമാകുന്ന ശരീരം മണ്ണുകൊണ്ട് ദൈവം ഉണ്ടാക്കിയത്. ഹല്ലേലൂയ. അകത്തെ മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മുടെ ആത്മാവ്. ഹല്ലേലൂയ. സ്തോത്രം. ആത്മാവിനാണ് വിലയുള്ളത്. ജഡം മണ്ണുകൊണ്ടുള്ളതാണ്. സ്തോത്രം. ശരീരം അത് ആത്മാവ് പോകുമ്പോൾ അത് മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. ഇത് ഒരു സത്യമാണ്. നാം പല മരണങ്ങളും കാണാറുണ്ട്. പല മരണങ്ങൾക്ക് നമ്മൾ പോയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് മരിച്ച വ്യക്തി അതിൻ്റെ ആത്മാവ് പോയി, പിന്നെ ശരീരം അവിടെ കിടക്കുക, അത് മണ്ണിലേക്ക് തന്നെ അടക്കം ചെയ്യും. അല്ലേ? അപ്പം നമ്മുടെ ആത്മാവിനാണ് പ്രാധാന്യമുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ സർവ്വലോകവും എല്ലാം കെട്ടിപ്പടുത്താലും അവൻ്റെ ആത്മാവ് നഷ്ടമായി പോയാൽ ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് മഹത്വം. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനോട് ചേരുവാനുള്ള ജലസ്നാനമേറ്റ് വീണ്ടും ജനനം പ്രാപിച്ച്, ഹല്ലേലൂയ, വിശുദ്ധിയോടെ വേർപാടോടെ കർത്താവിനെ സേവിക്കുവാൻ അന്ത്യം വരെയും ജീവിതം കാത്തു സൂക്ഷിക്കുന്ന ഭക്തന്മാരെ ചേർക്കാൻ അവൻ വീണ്ടും വരും. നമ്മുടെ സർവശക്തനായ നമ്മുടെ ദൈവം അരുളി ചെയ്തിരിക്കുന്നത്, യേശു കർത്താവ് വീണ്ടും നമ്മളെ ചേർക്കാൻ ഭൂമിയിൽ പിന്നെയും വരും. മധ്യാകാശത്ത് അവൻ വരും. ഹല്ലേലൂയ. രാജാവായിട്ടാണ് വരുന്നത്. സ്തോത്രം. രാജാതിരാജനും കർത്താതി കർത്തനുമാണ് നമ്മുടെ യേശു കർത്താവ്. യേശു കർത്താവ് നമുക്ക് വേണ്ടി രാജാവായിട്ട് വീണ്ടും വരും. കർത്താവിനോടുകൂടി വാഴുവാൻ, സ്തോത്രം, നമുക്ക് സാധിക്കണം. അതിനായിട്ട് നാം ദൈവകൽപ്പന അനുസരിക്കണം. കർത്താവിൻ്റെ പ്രമാണങ്ങൾ മുറുകെ പിടിച്ച് അത് മാനിച്ച് അനുസരിച്ച് വിശുദ്ധ ജീവിതം നാം നയിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് സഹായിക്കും. ഇതുവരെയും എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ വാസ്തവമായും അറിഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, സ്തോത്രം, ജലസ്നാനമേൽക്കാതെ ആരെങ്കിലും, സ്തോത്രം, എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. വീണ്ടും ജനനം പ്രാപിക്കണം. നിത്യത ഉറപ്പാക്കണം. ഈ ഭൂമിയിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നിത്യത നാം ഉറപ്പാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ബാക്കിയെല്ലാം രണ്ടാമത്തെ കാര്യമാണ്. ജോലി മേടിക്കുന്നതും വീട് വെക്കുന്നതും സ്ഥാനമാനങ്ങളും സമ്പത്തുണ്ടാക്കുന്നതും എല്ലാം അത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം നമ്മുടെ നിത്യത, ദൈവത്തോടു കൂടിയുള്ള വാസം, അത് നാം ഉറപ്പാക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ തിരുവചനം നമ്മുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. അത് വായിച്ച്, അത് ഗ്രഹിച്ച്, ഹല്ലേലൂയ, മുന്നോട്ട് പോകണം. സ്തോത്രം. സുവിശേഷം എത്താത്ത ഒരിടവുമില്ല. ഇപ്പോൾ ഇൻ്റർനെറ്റ്
ഇപ്പം മീഡിയ എല്ലാം സ്തോത്രം, സോഷ്യൽ മീഡിയ ഇഷ്ടംപോലെ മെസ്സേജുകൾ നമ്മൾ കേൾക്കുന്നു. സൗജന്യമായി നമുക്ക് കിട്ടുന്ന ഈ രക്ഷ നാം ഗണ്യമാക്കി കളയും. നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ വലിയ ശിക്ഷാവിധി നമുക്കുണ്ടാകും. വളരെ ഗൗരവമായൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ നിശ്ചിതമായി സ്വീകരിച്ച് ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനമേറ്റ് ഹല്ലേലൂയ ദൈവസഭയിലെ അംഗമാകാനുള്ള ഭാഗ്യം ദൈവം തന്നു. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൻ്റെ മോഹങ്ങളിൽ നടന്നാണ് ഞാനും. പ്രൈസ് ഗോഡ്. എന്നാൽ സർവകൃപാലുവായ ദൈവം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ട്, സ്തോത്രം, ആ കർത്താവിൻ്റെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയും. ഹല്ലേലൂയ. നമ്മളെത്ര നന്ദി പറഞ്ഞാലും മതി തന്നെ നമ്മൾ കർത്താവിന്. സ്തോത്രം. ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി കർത്താവ് താണഭൂമിയിലേക്ക് അയച്ചു. സ്തോത്രം. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു കർത്താവ് നമുക്ക് വേണ്ടി. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സ്തോത്രം. നമ്മളെ രക്ഷിപ്പാൻ. ഹല്ലേലൂയ. ഇത് നാം അറിഞ്ഞിരിക്കണം, ഇതറിയണം നമ്മൾ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മൾ പ്രാപിക്കണം. അതാണ് ഏറ്റവും വലുത്. അതാണ് യഥാർത്ഥ ജ്ഞാനം. സ്തോത്രം. അത് നിലനിൽക്കും. ലോകോതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. സ്തോത്രം. ലോകോതിൻ്റെ മോഹങ്ങളും എല്ലാം ഒഴിഞ്ഞു പോകും. എന്നാൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവൻ എന്നേക്കും നിലനിൽക്കും. ആമേൻ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന് മഹത്വം. നന്ദി കർത്താവ്. സ്തോത്രം. നമ്മുടെ ആത്മാവിൻ്റെ പിതാവാണ് സർവശക്തനായ ദൈവം. നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചു. കർത്താവ് നമ്മളെ ഇവിടേക്ക് അയച്ചിരിക്കുന്നതിന് ഒത്തിരി ഉദ്ദേശമുണ്ട്. ഈ ഭൂമിയിൽ നാം പാർക്കുമ്പോൾ ദൈവേഷ്ടം ചെയ്യുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മെ നന്നായി പണിത്, സ്തോത്രം, അവൻ്റെ ഇഷ്ടത്തിനായിട്ട് അവൻ്റെ ഇഷ്ടം നമ്മളിൽ കൂടി ചെയ്തെടുക്കും. ഹല്ലേലൂയ. സ്തോത്രം. രാത്രികാലം ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയിൽ നമ്മളെ സൂക്ഷിക്കും, പരിപാലിക്കും. അവൻ നമ്മെ ദൂതന്മാരാൽ കാവൽ ചെയ്യും. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. യഹോവയെ സ്നേഹിച്ച്, കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിൻ്റെ കൽപ്പനകളെ കാത്ത് അത് പ്രമാണിക്കുന്നവൻ അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. സ്തോത്രം. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. പ്രൈസ് ഗോഡ്.
ഹല്ലേലൂയ. നാം കർത്താവിനെ ഭയപ്പെട്ട് സ്തോത്രം അവൻ്റെ വഴികളിൽ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ സ്തോത്രം അനുഗ്രഹമായി തീരും. നമ്മുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കും. അവരെ ദൈവകൃപയിൽ അവൻ നിർത്തും. ശത്രു എത്ര തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അവയിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവയായ ദൈവം എഴുന്നേൽക്കുമ്പോൾ സകല ശത്രുക്കളും ചിതറി വീഴും. സ്തോത്രം. കർത്താവ് ഓരോ വിഷയത്തിൻ്റെ മധ്യത്തിൽ എഴുന്നേറ്റാൽ ഈ ദുഷ്ടശക്തികളൊക്കെയും ചിതറിപ്പോകും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന അവൻ കേൾക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്ന്. സ്തോത്രം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവഭക്തനായിരുന്നവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന അത്രയേ ദൈവം കേൾക്കുന്നത്. അപ്പോൾ ദൈവഭക്തനായിരുന്ന് സ്തോത്രം അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പല വിഷയങ്ങളും ദൈവസന്നിധിയിൽ പറയാറുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരുപാടുണ്ട്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. സ്തോത്രം. ദൈവകൽപ്പന അനുസരിച്ച് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സ്തോത്രം വിശുദ്ധരാക്കി തീർക്കാൻ നമ്മളൊന്നും ചെയ്തിട്ടല്ല. നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്നു. ഹല്ലേലൂയ. നമ്മളൊരു പ്രവൃത്തിയും അതിനായിട്ട് ചെയ്തില്ല. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു. അവൻ നമുക്ക് വേണ്ടി തണഭൂമിയിൽ കടന്നു വന്നു. നമ്മുടെ പാപത്തിന് പരിഹാരമായി കർത്താവ് യാഗമായി തീർന്നു കാൽവരി ക്രൂശിൽ നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നാം രക്ഷിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. നാം ഒരു പുതിയ മനുഷ്യനായി തീരുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പഴയത് മുഴുവനും കഴിഞ്ഞുപോയി, ഇതാ ഒന്ന് പുതിയതായി തീർന്നിരിക്കുന്നു. പിന്നെ ജീവൻ്റെ പുതുക്കത്തിലാണ് നമ്മൾ നടക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഒരു പുണ്യപ്രവൃത്തി കൊണ്ടല്ല നാം നീതീകരിക്കപ്പെട്ടത്. സ്തോത്രം. വിശ്വാസം മൂലം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ വിശ്വസിച്ചതുകൊണ്ട്, ഹല്ലേലൂയ, അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചപ്പോൾ ദൈവമക്കളാകുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനപ്രകാരം വ്യവസ്ഥ പ്രകാരം നാം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വിഷയങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. ദൈവം നമുക്ക് മറുപടി തരും. ആമേൻ. കർത്താവിന് മഹത്വം. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നാം വളരെ ശ്രദ്ധിച്ച് അത് വായിക്കുകയും ഗ്രഹിക്കുകയും സ്തോത്രം ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നാം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പോരാ. വ്യവസ്ഥ പ്രകാരം ദൈവസന്നിധിയിൽ നാം ചെല്ലുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ദൈവം അയക്കും. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ നാമത്തിൽ നാം അപേക്ഷിക്കുമ്പോൾ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് അവൻ നമുക്ക് ആ പ്രാർത്ഥനാ വിഷയത്തിൽ മറുപടി അയക്കും. ഹല്ലേലൂയ. പിതാവ് തന്നെ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് നൽകിത്തരുമെന്ന് കർത്താവിൻ്റെ വചനമായിരിക്കും. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. പിതാവുമായിട്ട് ആഴമായൊരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. ആമേൻ. സ്തോത്രം. നമ്മൾ കുറവുള്ളവരാണ്.
നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കുറവുകൾ സംഭവിക്കാം. എന്നാൽ നാം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് കരുണ ലഭിക്കും. അല്ലെങ്കിൽ തൻ്റെ ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭത വരില്ല, അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും എന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നമ്മൾ ഏറ്റു പറഞ്ഞ് അത് ഉപേക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ ലഭിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നാം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച്, ഹല്ലേലൂയ, വ്യവസ്ഥ പ്രകാരം വിഷയങ്ങൾ ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി മറുപടി തരും. ദൈവം നമ്മുടെ വിഷയത്തിന് മേൽ മറുപടി തരും. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, നാം വായിച്ച് ധ്യാനിച്ച് അത് ഗ്രഹിച്ച് അതിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കുവാൻ നാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ അത് പഠിപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഹല്ലേലൂയ. അത് ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ട്. യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. കർത്താവിൻ്റെ ജ്ഞാനം, സ്തോത്രം, നാം ദൈവഭക്തിയോടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ്റെ ജ്ഞാനം, ദൈവികമായ ജ്ഞാനം നമ്മളിലേക്ക് പകരും. നല്ല ബുദ്ധി നമുക്ക് തരും. സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യകരമായ ജീവിതമാണ്. ലോകത്തിൽ സമാധാനം ഇല്ലാതെ അനേകർ ഉഴലുമ്പോൾ അല്ല, ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തിൻ്റെ രാജ്യത്തിലായിരിക്കുന്ന നമുക്ക്, ഹല്ലേലൂയ, ദൈവിക സമാധാനം ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. യേശു ക്രിസ്തുവിൻ്റെ സമാധാനമാണ് നമുക്ക് തന്നത്. അത് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നു. സ്തോത്രം. ഈ നിത്യസമാധാനം അനുഭവിക്കാൻ ഹല്ലേലൂയ നമുക്കിടയായിത്തീരും. ലോകത്തിൽ സമാധാനമില്ലാതെ ജനങ്ങൾ ഉഴലുമ്പോൾ ഹല്ലേലൂയ, കർത്താവിൻ്റെ സമാധാനത്താൽ നമുക്ക് ഉറങ്ങാൻ സാധിക്കും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടലെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ മക്കളോട് പറഞ്ഞിരിക്കുന്നത്, വിചാരപ്പെടാൻ ഞാനുണ്ട്. ഹല്ലേലൂയ. നമ്മളെ യേശുവിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് മേടിച്ചിരിക്കുകയാണ്. നമ്മളെ പ്രത്യേക ജനമാണ്, അവൻ്റെ സ്വന്തം ജനമാണ് നാം. അവൻ നമുക്ക് പിതാവും നാം അവന് ജനവുമായിരിക്കുന്നു, മക്കളായിരിക്കുന്നു. ഹല്ലേലൂയ. ഈ മക്കളെന്ന പദവി നമുക്ക് കർത്താവ് തന്നു. സ്തോത്രം. നമ്മളെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. നമ്മളെ വിലയ്ക്ക് അങ്ങ് മേടിച്ചിരിക്കുകയാണ്. സ്തോത്രം. പിന്നെ നാം നമുക്കുള്ളവരല്ല, നാം കർത്താവിൻ്റെ വകയാണ്. നമ്മുടെ ഉത്തരവാദിത്തം മുഴുവനും സർവശക്തനായ ദൈവത്തിനാണ്. സ്തോത്രം. യേശുവാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവും ദൈവവും അവനാണ്. നമ്മുടെ മേലുള്ള എല്ലാ ചുമതലയും യേശു കർത്താവിനാണ്. നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നത് നമ്മുടെ യേശു കർത്താവാണ്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറഞ്ഞു, ഹൃദയം കൊണ്ട് വിശ്വസിച്ചത്. യേശുവാണ് എൻ്റെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറഞ്ഞു, ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിച്ചു.
എൻ്റെ മേലുള്ള സകല കർത്തൃത്വവും ഞാൻ എൻ്റെ കർത്താവിന് തരുന്നു. അതാണ് നമ്മുടെ ഉടമ്പടി. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാത്തുകൊള്ളാം. ഹല്ലേലൂയ. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാം. നമ്മുടെ ഏത് വിഷയമുണ്ടെങ്കിലും അതേക്കുറിച്ച് വിചാരപ്പെടാതെ കർത്താവിനെ നമ്മൾ അനുസരിക്കണം. വിചാരപ്പെടേണ്ടെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നമ്മൾ വിചാരപ്പെടരുത്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ വിഷയങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കാൻ പറഞ്ഞു, അപേക്ഷയാൽ അറിയിക്കാൻ പറഞ്ഞു. നമ്മളത് അനുസരിക്കണം. ഹല്ലേലൂയ. അനുസരണമാണ് ഏറ്റവും വലുത്. അനുസരിക്കുന്നത് യാഗത്തെക്കാൾ, ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളെയോ മേധസ്സിനേക്കാൾ നല്ലതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നാം അനുസരിക്കണം. ഹല്ലേലൂയ. നാം വിചാരപ്പെട്ട് നടക്കരുത്. സ്തോത്രം. നമ്മുടെ വിഷയങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കണം. സർവശക്തനായ ദൈവം അതിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കും. ആഴമായ വിശ്വാസം നമുക്ക് വേണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. അവൻ നമ്മൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നമ്മുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എൻ്റെ മേലിട്ടുകൊള്ളുക. സ്തോത്രം. നമുക്ക് വേണ്ടി കർത്താവ് കരുതുന്നു. സ്തോത്രം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടത്തിത്തരാൻ അവൻ ശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഓരോ ദിവസവും എന്ത് ആവശ്യമെന്ന് ദൈവത്തിനറിയാം. നമ്മുടെ കർത്താവിനറിയാം നമുക്ക് എന്തൊക്കെ ആവശ്യം. അത് ഓരോ ദിവസത്തേതും നൽകിത്തരാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നാം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു വിഷയമായി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ ദൈവവചനം പറയുന്നു, നിങ്ങളിരിക്കുമ്പോൾ അതിന് മുന്നമേ ഞാൻ അറിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഹൃദയത്തിൽ നമ്മൾ വിചാരിച്ച് വിഷയം, നമ്മൾ ഈ ഒരു വിഷയത്തിന് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ കർത്താവ് അതറിയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം. നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്ന നല്ല കർത്താവ്. സ്തോത്രം. നമുക്കുള്ളത് കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യകരമായ ജീവിതമാണെന്ന് പറയുന്നത്. സ്തോത്രം. നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരാളുണ്ട്. നമ്മൾ അനാഥരല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ലോകം മുഴുവനും നമ്മളെ ഒറ്റപ്പെടുത്തിയാലും ഈ സർവ്വത്തെയും നിർമ്മിച്ചവനായ, അഖിലാണ്ട ഘടാകത്തെ സൃഷ്ടിച്ചവനായ നല്ല കർത്താവ്, സ്തോത്രം, നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്കെന്തിന് ഭാരപ്പെടണം? ഹല്ലേലൂയ. ലോകമെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തിയാലും ഈ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ, നമ്മുടെ പക്ഷത്തുള്ളപ്പോൾ നാം എന്തിന് ഭയപ്പെടണം? നാം എന്തിന് ഭാരപ്പെടണം? ഹല്ലേലൂയ. നമുക്ക് സന്തോഷത്തിന് വകയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ മാനിക്കുന്നൊരു ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ശത്രുക്കളുടെ മധ്യത്തിൽ നമ്മളെ മാനിക്കുന്നൊരു ദൈവം. യേശുവിൻ്റെ നാമത്തിന് ജയമെടുക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. തൻ്റെ മക്കൾക്ക് വേണ്ടി സകലവും നിവർത്തിക്കുന്ന നല്ല കർത്താവ്. പ്രൈസ് ഗോഡ്. നമ്മുടെ നിലവിളിക്ക് ചെവി തുറന്ന് തരുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമൊരുക്കുന്ന നല്ല ദൈവം നമുക്കുണ്ട്. നമ്മളത് വിശ്വസിക്കണം. ഹല്ലേലൂയ. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. തക്ക സമയത്ത് കർത്താവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ. തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് ഒരു ബലമുള്ള കരങ്ങളിൽ താണിരിക്കുമെന്ന് പറയും. സ്തോത്രം. യേശുവിന് മഹത്വം. നന്ദിയോടെ സ്തുതിക്കുന്നു. രക്തത്താൽ വചനത്താലും ജയമെടുക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര പ്രതിസന്ധി, പ്രയാസങ്ങൾ, എത്ര ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു. എന്നാൽ
ഈ കർത്താവിനെ അറിഞ്ഞ് ഹാലിലൊന്നു മുതൽ ഇന്ന് വരെയും ദൈവിക സമാധാനം അനുഭവിപ്പാൻ ദൈവമിടയാക്കി. ഒന്നിനും കുറവില്ലാതെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ സ്തോത്രം നന്നായി നടത്തുന്ന നല്ല കർത്താവ്, ഇന്നുവരെയും നമുക്ക് നന്മ മാത്രം ചെയ്ത നല്ല കർത്താവ്, ഈ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സർവമഹത്വവും നമ്മുടെ കർത്താവിന് അർപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം പ്രിയമക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ നല്ല കർത്താവിൻ്റെ വചനമനുസരിക്കുവാൻ, അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് കർത്താവിനെ ആഴമായി വിശ്വസിക്കാം. നിഷ്കളങ്ക ഹൃദയത്തോടെ, നിർമ്മല ഹൃദയത്തോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ നമുക്ക് ഈ കർത്താവിനെ സേവിക്കാം. കർത്താവിന് വരവേറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവ്. സ്തോത്രം. ഹല്ലേലൂയ. വളരെ തിടുക്കത്തിൽ ഹല്ലേലൂയ നമ്മുടെ ആത്മീയ ജീവിതം ക്രമീകരിക്കാൻ, ക്രമപ്പെടുത്തുവാൻ ഒരുങ്ങണം. ഹല്ലേലൂയ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നെന്ന് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവാണ്. ഹല്ലേലൂയ. കൈവിടപ്പെട്ടു പോകാൻ ഇടവരരുത്. ഓരോ ദിവസവും കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്ത് ഒരുങ്ങുവാൻ, ജാഗ്രതയോടിരിക്കുവാൻ, ബുദ്ധിയുള്ളവരായിരിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ മലിനതയും നീക്കി ഹല്ലേലൂയ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച്, ദൈവവചനത്താൽ നാം ശുദ്ധീകരണം പ്രാപിച്ച് ഓരോ ദിവസവും ഹല്ലേലൂയ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കേണ്ടതിനായി നാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥന നമ്മുടേതായിരിക്കണം. കർത്താവേ, അങ്ങയുടെ വരവിൽ ഒരു ദിവസം ഒരുങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ. തലമുറകൾ കൈവിടപ്പെട്ടു പോകരുത്. നിങ്ങളോട് ദൈവം മനസ്സലിയണം, കരുണ കാണിക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലായ്പ്പോഴും സഹായിക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ അവൻ സാധിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദൈവം. പ്രൈസ് ഗോഡ്. സങ്കീർത്തനം 1 ഞാൻ 1 സങ്കീർത്തനം വായിക്കുമ്പം യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. സ്തോത്രം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച്, ദൈവകൽപ്പനയനുസരിച്ച് ദൈവഇഷ്ടം ചെയ്ത് ജീവിക്കുന്ന ഒരു ഭക്തനെ കുറിച്ചാണ് പറഞ്ഞത്. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ ആറ്റരികത്ത് നിൽക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആമേൻ. സ്തോത്രം. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. ദുഷ്ടന്മാർ അങ്ങനെയല്ല. അവർ കാറ്റ് പറ്റുന്ന പതിർ പോലെ അത്രേ. കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ ദുഷ്ടന്മാർ. ഒന്നുകൂടെ സ്തുതിക്കുന്നു.
യേശുവിന് മഹത്വം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് മഹത്വം. ഈ നല്ല കർത്താവിനെ സേവിക്കുവാൻ നമുക്ക് വലിയ ഭാഗ്യം കിട്ടി. ഈ നല്ല കർത്താവിനെ സേവിക്കുക തന്ന ഭാഗ്യത്തിനായി നമുക്ക് കർത്താവിനെ വാഴ്ത്താം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ശുദ്ധ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് നന്ദി കരയട്ടെ. നമുക്കവന് സ്തോത്രം ചെയ്യാം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ എൻ്റെ രക്ഷയെ കാണിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. സ്തോത്രം. നാം സ്തോത്രം എന്ന യാഗം അർപ്പിക്കുമ്പോൾ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്നാൽ തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് കർത്താവ് രക്ഷയെ കാണിക്കുമെന്ന്. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഓരോ ദിവസവും ക്രമപ്പെടുത്തണം. നടപ്പിന് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്ത് അതിനെ ക്രമപ്പെടുത്തണം, ചിട്ടപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ രക്ഷ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ ദിവസം വിശ്വാസം കൂടിക്കൂടി വരണം. കർത്താവിനുള്ള വിശ്വാസം കൂടിക്കൂടി വരണം. സ്തോത്രം. വിശ്വാസനായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു കർത്താവിനെ നോക്കി നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഈ ഓട്ടം സ്ഥിരതയോടെ നാം ഓടുവാൻ, ഓടി ബിരുദ് പ്രാപിക്കുവാൻ, ജീവൻ്റെ കിരീടം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കേണ്ടതിനായി നമുക്കെന്നും പ്രാർത്ഥിക്കണം. ദൈവസന്നിധി പ്രാർത്ഥിക്കണം. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഓരോ ദിവസവും ഒരുങ്ങാം. ഹല്ലേലൂയ. പല വിഷയങ്ങളുടെ മധ്യത്തിലായിരിക്കും നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങാമെന്ന് പറയുമ്പോഴത്തേനും പല പ്രതിസന്ധിയുടെ മധ്യത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടായിരിക്കാം. പല തലമുറയുടെ വിഷയങ്ങളുണ്ടായിരിക്കാം, സാമ്പത്തിക വിഷയമുണ്ടായിരിക്കും, കടഭാരമുണ്ടായിരിക്കാം. ഹല്ലേലൂയ. അതിനകത്ത് കിടന്ന് ഉഴലുന്ന അനേകർ കാണുമായിരിക്കാം. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. ഈ ഭാരമെല്ലാം നാം കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് നമ്മൾ അനുസരിക്കണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കടഭാരം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കണം. തലമുറയുടെ വിഷയം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കണം. സാമ്പത്തിക വിഷയം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കണം. അല്ലേ? നമ്മുടെ എല്ലാ വിഷയങ്ങളും നമ്മുടെ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്കണം. കർത്താവേ, എന്നെക്കൊണ്ട് ഒന്നിനും കഴിവില്ല എന്ന് നാം ദൈവസന്നിധി പൂർണ്ണമായി സമ്മതിക്കണം. അല്ലേ? നമ്മുടെ കർത്താവിനെ നാം ആഴമായി വിശ്വസിക്കണം. സ്തോത്രം. നാം പൂർണ്ണമായും ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നമ്മുടെ വിഷയങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുമ്പോൾ, നമ്മെ പൂർണ്ണമായും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ
ദൈവം നമ്മുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. ഹല്ലേലൂയ. അതിന് പരിഹാരം ദൈവം ഒരുക്കും. ആമേൻ. നമ്മളവൻ്റെ മക്കളാണ്. നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. സ്തോത്രം. അവൻ നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. നമ്മളെ പ്രതിസന്ധിയിൽ കിടന്ന് ഉഴലുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ കടഭാരത്തിൽ കിടന്ന് ഉഴലുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. നീക്കുപോക്ക് തന്ന് നമ്മളെ വിടുവിക്കും. നമ്മുടെ വിഷയത്തിൽ നമ്മളെ ദൈവം വിടുവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. മുമ്പേ അവൻ്റെ നീതി രാജ്യം അന്വേഷിപ്പിന്, അതോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് നടത്തിത്തരും. ഹല്ലേലൂയ. നമ്മുടെ നിത്യതയെ നമ്മൾ ഉറപ്പാക്കി കർത്താവിനോട് ചേർന്ന് നമ്മൾ ഓരോ ദിവസം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെ ആവശ്യങ്ങൾ കർത്താവ് അറിയും. സ്തോത്രം. നമ്മൾ ഓരോന്നായിട്ട് ദൈവത്തോട് പറയും. അതിന് മുന്നമേ കർത്താവിന് അറിയാം. എന്നാൽ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സ്വർഗം ചായ്ച്ചിറങ്ങി വന്നു. ദൈവം തൻ്റെ കരം അതിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കും. ദൈവകരം പ്രവർത്തിക്കും. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. നമ്മുടെ വിഷയത്തിൻ്റെ മധ്യത്തിൽ കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. പലവിധമായ അനുഭവത്തിന് മുഖത്താണ് ഞാനിത് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ അനേക പ്രതിസന്ധിയുടെ മധ്യത്തിൽ എനിക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് വിടുവിച്ച് ദൈവിക സമാധാനത്താൽ എന്നെ നിറച്ചു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇതൊക്കെ പറയുന്നത്. വെറുതെ അങ്ങ് പറയുമല്ല. കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ ആരായണം. നമ്മൾ തിരയണം കർത്താവ് ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ്. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ നന്നായി ശോധന ചെയ്ത് നമ്മളെ പണിത് ഹല്ലേലൂയ അവൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു വ്യക്തിയാക്കി നമ്മളെ തീർക്കും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ ഭാരപ്പെടുത്തുന്ന പല വിഷയങ്ങളും നമുക്ക് കാണുമായിരിക്കാം. അതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ വിടുവിക്കും. സ്തോത്രം. പ്രതിസന്ധിയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ പൂർണ്ണമായും വിടുവിക്കും. നാം ഉറച്ചു വിശ്വസിക്കണം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവിന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും. ഞാൻ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് നമ്മൾ കർത്താവിനോട് പറയണം. കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. അവൻ അത്ഭുതം ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ജീവപര്യന്തം അവൻ വഴി നടത്തും. സ്തോത്രം. കർത്താവ് വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഈ ദൈവവചനം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം അത് എന്ന് മാത്രമാണ്. സ്തോത്രം. അവൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഹല്ലേലൂയ ഭാഗ്യവാനെന്ന് കർത്താവ്. അവനെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുമെന്ന് അവൻ നമ്മളോട് അരുളി ചെയ്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ സംഭവിക്കും. കർത്താവിൻ്റെ വാക്കിന് മാറ്റമില്ല. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. അവൻ നമുക്ക് വിശ്വസ്തനായി നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം. ഹല്ലേലൂയ.
നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ ഭാരപ്പെടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. അവരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും. നാം അത് വിശ്വസിക്കണം. നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പൂർണ്ണമായും ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്നു, കർത്താവിനായി സമർപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ സമർപ്പിച്ച് കഴിയുമ്പോൾ കർത്താവ് അവരേത് ലോകത്തിൻ്റെ പുറകെ പോയാലും അവിടെ നിന്നെല്ലാം കർത്താവ് വിടുവിച്ച് അവരെ ദൈവകൃപയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഹല്ലേലൂയ, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ദൈവം ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എത്ര പാപത്തിൻ്റെ പുറകെ പോയാലും ലോകത്തിൻ്റെ പുറകെ പോയാലും സ്തോത്രം, ആ വ്യക്തിയെ ദൈവം മടക്കിക്കൊണ്ടുവരും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം തക്ക സമയത്ത് അവൻ മടക്കിക്കൊണ്ടുവരും. ഹല്ലേലൂയ. എത്ര ലോകത്തിൻ്റെ പുറകെ ഓടിയാലും ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടി പറഞ്ഞതാണ്. ഒത്തിരി സഞ്ചരിച്ചു ലോകത്തിൻ്റെ പുറകെ, പക്ഷേങ്കിൽ കർത്താവ് തക്ക സമയത്ത് മടക്കി. സ്തോത്രം. ഇപ്രകാരം ദൈവപാദപീഠത്തിൽ ഇരിപ്പാനും ഇപ്രകാരം കർത്താവിനെ കുറിച്ച് ധ്യാനിപ്പാനും ചിന്തിപ്പാനും പറയാനും എല്ലാം ദൈവം മടക്കി കൊണ്ടുവന്നതാണ്. ഹല്ലേലൂയ. ലോകപരമായ ലോകത്തിൻ്റെ ഇഷ്ടത്തിന് ഓടി നടന്നപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ശത്രു വിചാരിച്ചു, ഓ ഇത് കഴിഞ്ഞു, വിളിതോട് കഴിഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് മുന്നമേ കണ്ടതുകൊണ്ട് സ്തോത്രം, അവൻ തക്ക സമയത്ത് ദൈവകൃപയിലേക്ക് മടക്കി കൊണ്ടുവന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മെ ഓരോരുത്തരെയും അപ്രകാരം ദൈവകൃപയിലേക്ക് കൊണ്ടുവന്ന മഹാസ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയാനേ ഉള്ളൂ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെക്കുറിച്ച് പറയാനേ ഉള്ളൂ. നമുക്ക് അവൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് വർണ്ണിക്കാൻ ഇഷ്ടംപോലെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. വേറെ ഒന്നും ചിന്തിപ്പാനോ പറയാനോ ഒന്നും നമുക്കില്ല. ഹല്ലേലൂയ, സ്തോത്രം. വേറെ വിഷയങ്ങളൊക്കെ നമ്മൾ എന്തിനാ കൂടുതൽ ചിന്തിക്കുന്നത്? നമ്മളെക്കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ? കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ഏത് വിഷയമുണ്ടെങ്കിലും, നമ്മുടെ ഭവനത്തിൻ്റേതാണേലും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആണേലും, നമ്മുടെ സാമ്പത്തിക വിഷയമാണേലും, നമ്മുടെ ആരോഗ്യ വിഷയമാണേലും, ഹല്ലേലൂയ, സകലതും നമ്മൾ ഓരോന്നായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. എല്ലാം തക്ക സമയത്ത് കർത്താവ് ഭംഗിയായി നമുക്ക് വേണ്ടി ചെയ്തു തരും. പൂർണ്ണമായും നമ്മൾ കർത്താവിനെ വിശ്വസിക്കണം. ഹല്ലേലൂയ. നമ്മളെ വഴിയിൽ വിട്ടേച്ച് പോകുന്ന ദൈവമല്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ല, എല്ലാ നാളും ഞാൻ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ നല്ല കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്നതിനായി സ്തുതിക്കുന്നു. സ്തോത്രം. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. സ്തോത്രം. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയനുറുക്കത്തോടെ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ നമുക്ക് സമീപസ്ഥനാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ വേദനപ്പെട്ടിരിക്കുകയാണെങ്കിൽ
ഹൃദയനുറുക്കത്തോട് നാം ആയിരിക്കുന്നു. കർത്താവ് നമ്മുടെ സമീപത്ത് കടന്നു വരും. അവൻ നമുക്ക് വേണ്ടി പരിഹാരമൊരുക്കും. നമ്മുടെ വേദനകളെ എടുത്തു മാറ്റും. നമ്മുടെ മുറിവുകളെ അവൻ കെട്ടും. സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേൽക്കുന്ന വേദനകളെ, ആ മുറിവുകളെ കർത്താവ് സ്തോത്രം കെട്ടും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് അത് സൗഖ്യമാക്കും. ഹല്ലേലൂയ. സ്തോത്രം. മനസ്സ് തകർന്നിരിക്കുമ്പോൾ, പല വിഷയത്തിൻ്റെ മധ്യത്തിൽ ഹല്ലേലൂയ, മനസ്സ് തകർന്നിരിക്കുന്നവരെ അവൻ രക്ഷിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ അവസ്ഥയെല്ലാം ദൈവം അറിയുന്നു. നാം എപ്പോഴും നിഷ്കളങ്ക ഹൃദയമുള്ളവരായിരിക്കണം. നമുക്കെല്ലാവരോടും നമ്മുടെ ഹൃദയത്തിൽ നിഷ്കളങ്കത ഉണ്ടായിരിക്കണം. മനുഷ്യരോടും ദൈവത്തോടും എല്ലാം കുറ്റമറ്റ മനസ്സാക്ഷിയോട് നമ്മളായിരിക്കണം. നമ്മൾ താഴ്മ ധരിക്കണം. നമുക്ക് പുകഴുവാനൊന്നുമില്ലല്ലോ. സ്തോത്രം. പ്രശംസിപ്പാനൊന്നുമില്ലല്ലോ. നമുക്കുള്ളത് മുഴുവനും കർത്താവിലാണ്. നാം കർത്താവിൽ പ്രശംസിക്കണം, കർത്താവിൽ പുകഴണം. ഹല്ലേലൂയ. നമുക്ക് പകരക്കാരനായി തീർന്ന നല്ല കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കത് മാത്രമേ ഉള്ളൂ പുകഴാൻ. നമുക്ക് പ്രശംസിക്കാനുണ്ടെങ്കിൽ നമുക്ക് കർത്താവിൽ മാത്രമേ. ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പൂർണ്ണമായും ശുദ്ധിയുള്ള ഹൃദയത്തോടെ നാം ആയിരിക്കണം. നിഷ്കളങ്കരായിരിക്കണം. ദൈവസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ